പിതാവ് എന്തിനാണിപ്പോ കരയുന്നത്? നീ ഒരിക്കലും ഈ കുരിശിൽ തൊടാൻ പാടില്ല മോനെ. എന്നോട് സത്യം ചെയ്യും മോനെ. പറ, ഒരിക്കലും ഇല്ലെന്ന് പറയ്. ദയവ് ചെയ്ത് എന്നോട് ക്ഷമിച്ചാലും പിതാവേ, ഞാൻ ഇനി ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. കരയാതിരിക്കൂ പിതാവേ. ഞാനിനി കുരിശിലെന്നല്ല, ഇവിടെയുള്ള ഒന്നിലും ഞാൻ ഇനി ഒരിക്കലും തൊടില്ല. ഇനി ഒരിക്കലും ഞാൻ പിതാവിനെ കരയിപ്പിക്കില്ല. ദയവ് ചെയ്ത് പിതാവ് കരയാതിരിക്കൂ. എന്നോട് ക്ഷമിക്കൂ. യേശു, യേശു, യേശു ഉറങ്ങി മേരി. പണിപ്പുരയിൽ നടന്നുകൊണ്ടിരുന്നതൊക്കെയല്ലേ അങ്ങ് ഇപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്? ഞാനെല്ലാം മറക്കാൻ ശ്രമിക്കുമോ മേരി, പക്ഷേ എന്ത് ചെയ്യാനാ? പിന്നെയും യേശുവിന്റെ ആ രൂപം മനസ്സിൽ തന്നെ തെളിഞ്ഞു വരുന്നു. എത്ര ശ്രമിച്ചിട്ടും എനിക്കത് മറക്കാൻ കഴിയുന്നില്ല മേരി. എനിക്ക് പറ്റുന്നില്ല. എല്ലാ പിതാക്കന്മാരും എല്ലാ മക്കളുടെ രക്ഷകനായിരിക്കും. ഞാനും എന്റെ യേശുവിനെ എല്ലാ കഷ്ടപ്പാടിൽ നിന്നും രക്ഷപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം നിനക്കും അറിയാവുന്ന കാര്യമല്ലേ മേരി? എനിക്ക് നന്നായിട്ട് അറിയാം മേരി, അവൻ ദൈവപുത്രനാണെന്നുള്ള കാര്യം. അത് ഞാൻ അംഗീകരിക്കുന്നുമുണ്ട്. നമുക്കിവിടെ അവനെ വളർത്തുന്ന ചുമതല മാത്രമാണ്. അതെല്ലാം ഞാൻ സമ്മതിക്കുന്നു. പക്ഷെ എന്റെ ഹൃദയം എന്റെ ഹൃദയത്തിന്റെ വേദന താങ്ങാനാവുന്നില്ല. യേശുവിന് ചെറിയൊരു വേദന ഉണ്ടായാൽ പോലും എനിക്കത് താങ്ങാനാവുന്നില്ല മേരി. ഞാൻ എന്റെ മനസ്സിനെ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കും മേരി ഇതൊക്കെ? ഇത് ആ നക്ഷത്രമല്ലേ? അവൻ കുഞ്ഞായിരിക്കുമ്പോ അവന്റെ തൊട്ടിലിൽ തൂക്കിയിട്ടിരുന്നത് അതല്ലേ ഇത്? ഇത് അങ്ങയുടെ സ്വന്തം കരങ്ങളാൽ നിർമ്മിച്ചെടുത്തതാണ്. അങ്ങയ്ക്ക് അതൊക്കെ ഓർമ്മയില്ലേ? ഈ നക്ഷത്രം യേശു കാണുമ്പോ എത്രമാത്രം സന്തോഷിച്ചിരുന്നുവെന്ന്. യേശു, ഇങ്ങോട്ട് വന്നിരിക്കൂ. വരൂ. ഞാൻ സമ്മതിക്കുന്നു, നമ്മുടെ മകൻ യേശു ദൈവത്തിന്റെ സമ്മാനമാണെന്ന്. പക്ഷെ ജനിച്ച അന്നു മുതൽ ഇന്ന് വരെ അങ്ങൊരു പിതാവിന്റെ കടമയെല്ലാം നിറവേറ്റിയിട്ടുണ്ട്. ഈ വിരലിൽ പിടിച്ചാണ് നമ്മുടെ മകൻ യേശു നടന്നു തുടങ്ങിയത്. അങ്ങയുടെ മടിയിലിരുന്ന് അവൻ മനസ്സ് നിറഞ്ഞു ചിരിക്കുവാൻ പഠിച്ചു. അങ്ങയുടെ തോളിൽ കിടന്നാണ് അവൻ സുഖമായി സമാധാനത്തോടെ ഉറങ്ങിയത്. പിന്നെ അങ്ങയ്ക്കറിയാമല്ലോ, അങ്ങയുടെ മുന്നിൽ അവൻ വരുമ്പോഴൊക്കെ ആ കണ്ണുകളിൽ ഉണ്ടാകുന്ന തിളക്കം എത്രമാത്രമാണെന്ന്. അതുകൊണ്ട് അങ്ങ് ഇങ്ങനെ ഒന്നും ചിന്തിച്ചുകൂടാ. നമ്മൾ ദൈവപുത്രനെ പരിപാലിക്കുക മാത്രമാണ് ചെയ്യുന്നതെന്ന് അങ്ങനെ ചിന്തിക്കരുത്. ദൈവം നമുക്ക്
യേശുവിന്റെ മാതാപിതാക്കളാകാനുള്ള ഭാഗ്യം നൽകി. അങ്ങ് നോക്കിക്കോ, ഈ ലോകം മുഴുവൻ നമ്മളെ യേശുവിന്റെ മാതാപിതാക്കൾ എന്ന നിലയിൽ എന്നും ഓർത്തിരിക്കും. നീ പറഞ്ഞത് ശരിയാ മേരി. ദൈവം നമ്മളെ യേശുവിന്റെ മാതാപിതാക്കളാക്കുക വഴി നമ്മൾ സാധാരണ മനുഷ്യരെക്കാൾ എത്ര പ്രത്യേകത ഉള്ളവരായല്ലേ. ഇതിനേക്കാൾ വലിയ സന്തോഷം, ഇതിനേക്കാൾ വലിയ സമാധാനം എവിടെയും കിട്ടില്ലെന്ന് എനിക്കറിയാം. യേശു, യേശു ഞങ്ങളെ രക്ഷിക്കൂ, ഞങ്ങളെ രക്ഷിക്കൂ, ഞങ്ങൾക്കൊരു വഴി കാണിച്ചു തരൂ യേശു. യേശു ഞങ്ങളെ രക്ഷിക്കൂ, ഞങ്ങളെ ഈ കഷ്ടതയിൽ നിന്ന് രക്ഷിക്കൂ, ഞങ്ങളെ രക്ഷിക്കൂ യേശു. യേശു ഞങ്ങൾക്ക് വഴി കാണിച്ചു തരൂ. ഞങ്ങൾക്കൊരു വഴി കാണിച്ചു തരൂ യേശു. രക്ഷിക്കൂ യേശു. ഞങ്ങളെ രക്ഷിക്കൂ യേശു യേശു രക്ഷിക്കണേ രക്ഷിക്കൂ, യേശു. യേശു യേശു. യേശു യേശു. രക്ഷിക്കൂ, ഞങ്ങളെ രക്ഷിക്കൂ. യേശു ഞങ്ങൾക്കൊരു വഴി കാണിക്കൂ യേശു, യേശു. ഞങ്ങൾക്കൊരു വഴി കാണിക്കൂ യേശു. യേശു ഞങ്ങൾക്ക് വഴി കാണിച്ചു തരൂ. യേശു യേശു ഞങ്ങളെ ഈ കഷ്ടതയിൽ നിന്ന് രക്ഷിക്കൂ, ഞങ്ങളെ രക്ഷിക്കൂ. ഞാൻ എവിടെയുണ്ട്? നിങ്ങളുടെ എല്ലാവരുടെയും കൂടെ. യേശു, യേശു, യേശു. അമ്മേ, യേശു, ഒന്നും സംഭവിച്ചിട്ടില്ല മോനെ, ഒരു കുഴപ്പമില്ല. നോക്ക്, ഞാനും നിന്റെ അമ്മയും നിന്റെ അടുത്ത് തന്നെ എപ്പോഴും ഉണ്ട്. എനിക്കറിയില്ല അമ്മ എന്താ സംഭവിച്ചെന്ന്. വളരെയധികം ആളുകൾ എന്നെ വിളിക്കുന്നുണ്ടായിരുന്നു. എല്ലാവരും വളരെ സങ്കടത്തിലായിരുന്നു. അവർ കരയുകയായിരുന്നു. എന്നോട് അവർ സഹായം ചോദിച്ചുകൊണ്ടേയിരുന്നു. അവരെന്താ അമ്മ ഇത്ര സങ്കടത്തോടെ ഇരുന്നേ? ഞാൻ അവരെ എങ്ങനെയാണ് സഹായിക്കുന്നത് അമ്മേ? അതൊരു സ്വപ്നമായിരുന്നില്ലേ മോനെ, മറ്റൊന്നുമല്ല. നമ്മൾ യേശുവിനെ പരിപാലിക്കാൻ എല്ലാ പരിശ്രമങ്ങളും ചെയ്യുന്നുണ്ട്. പക്ഷെ പ്രഭു, അങ്ങ് അവന് വേണ്ടി കരുതി വെച്ചിരിക്കുന്നത് എന്താണെന്ന് ഞങ്ങൾക്കറിയില്ല. അവനിപ്പോ തീരെ കുട്ടിയാണ്. കരുണ കാണിക്കേണ്ട പിതാവേ, എന്റെ മകനോട് കരുണ കാണിക്കണേ. നോക്കൂ, യേശു രാത്രി മുഴുവൻ ഉറങ്ങിയതേയില്ല. അവൻ കുറച്ചു നേരം കൂടി കിടന്നോട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. അവന് കുറച്ച് വിശ്രമം കിട്ടുമല്ലോ. ഞാനും അത് തന്നെ വിചാരിച്ചത്. ഞാൻ എന്തായാലും റബി ഗുരുവിനോട് പറഞ്ഞോളാം, യേശു ഒന്ന് കുറച്ച് താമസിച്ചേ അവിടേക്ക് എത്തിച്ചേരുള്ളൂ. എനിക്ക് നിങ്ങൾ രണ്ടുപേരുടെയും ആകുലതകൾ മനസ്സിലാകുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് എല്ലാ കാര്യവും ദൈവഹിതമനുസരിച്ച് നടക്കുമെന്ന് പറയാൻ ഇവിടെ വന്നത്. അതുകൊണ്ട് നിങ്ങൾ ആകുലപ്പെടേണ്ട ആവശ്യമില്ല. നിങ്ങൾ നിങ്ങളുടെ വിശ്വാസത്തിൽ തന്നെ ഉറച്ചു നിൽക്കൂ. പക്ഷേ യേശു കണ്ട സ്വപ്നത്തിന്റെ അർത്ഥം എന്തായിരിക്കും? യേശു ഈ ലോകത്തിന് മിശിഹ ആകാനാണ് ജന്മമെടുത്തത്. ഞാൻ സമ്മതിക്കുന്നു, യേശു ഇപ്പോൾ തീരെ കുട്ടിയാണ്. പക്ഷെ ഭാവിയിലെ ചിത്രങ്ങൾ അവന്റെ മനസ്സിലേക്ക് ഓടി വരുന്നതാണ്. അവന്റെ സമയമാകുമ്പോൾ യേശു തന്റെ സമീപത്തുള്ളവരുടെ മാത്രമല്ല, ഈ ലോകത്തിന്റെ മുഴുവൻ ദുഃഖങ്ങളും കേൾക്കുന്നവനായി മാറും. അവൻ എല്ലാവരുടെയും ദുഃഖം ദൂരെ അകറ്റി ഈ ലോകം മുഴുവൻ സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും കരുണയുടെയും സന്ദേശം വരുത്തും. ഇന്നലെ രാത്രി കണ്ട സ്വപ്നത്തിലൂടെ ദൈവം ഇനി ഭാവിയിൽ നടക്കാൻ പോകുന്നതിന്റെ സൂചന നൽകിയതാണ്. യേശു പതിയെ പതിയെ അവനായി കരുതി വച്ചിരിക്കുന്ന അവന്റെ ഭാവിയിലേക്ക് ചുവടുവെച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ നമ്മുടെ സങ്കടങ്ങൾ വെടിഞ്ഞ് യേശുവിനെ അവന്റെ ലക്ഷ്യത്തിലെത്താൻ വഴിതെളിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇനി അഥവാ വേണ്ടി വന്നാൽ യേശുവിനോടൊപ്പം താങ്ങായി നിൽക്കാൻ അവന്റെ കൂടെ തന്നെ നിൽക്കുകയാണ് വേണ്ടത്. അങ്ങയോട് വളരെയധികം നന്ദി പറയുകയാണ്. അങ്ങ് ഞങ്ങളുടെ ഏറ്റവും വലിയ ആകുലത നീക്കി തന്നു.
ഇപ്പോഴും എന്നെ ഒരു സങ്കടം അലട്ടുകയാണ്. അതെന്താ? യേശു ഇപ്പോ പാഠശാലയിൽ പോയി പഠിച്ചു കഴിയുമ്പോൾ ഞാൻ അവരെ പുകഴ്ത്തുന്നത് കേട്ട് നിനക്ക് അവനോട് അസൂയ തോന്നില്ലേ? അപ്പോ എന്താ ചെയ്യുക? എന്റെ പിതാവിന് നല്ല ഉയരമുണ്ട്. അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠന്റെ പേര് ജോസഫ് എന്നാണ്. പിതാവിന് ഏറ്റവും ഇഷ്ടമുള്ള നിറം നീലയാണ്. പിതാവ് ചിലപ്പോഴൊക്കെ എന്റെ മുടി കെട്ടിത്തരാറുമുണ്ട്. ജ്യേഷ്ഠൻ പറയുന്നത് ശരിയാണ്. ഞങ്ങളുടെ പിതാവ് വളരെ ശക്തിശാലിയാണ്. എന്നെയും എന്റെ സഹോദരി ആശയെയും അദ്ദേഹം ഒരുമിച്ച് തന്റെ തോളിൽ ഏറ്റാറുണ്ട്. പിതാവ് തനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പലഹാരം പോലും എനിക്ക് തരാറുണ്ട്. മോനെ, നീ പാഠങ്ങൾ നന്നായി പഠിച്ചിട്ടുണ്ടല്ലോ അല്ലേ? ഉണ്ടമ്മേ. എനിക്കറിയാം, ഉപന്യാസം എഴുതുന്നതിൽ ഏറ്റവും മിടുക്കൻ നീ തന്നെ ആയിരിക്കുമെന്ന്. അമ്മയ്ക്ക് അറിയാലോ അമ്മ. ഞാൻ എത്ര തന്നെ കഷ്ടപ്പെട്ടാലും ആ യേശുവിനെ എല്ലാരും പുകഴ്ത്തും. ഹാ, കഴിഞ്ഞു. ശരി, ആശയെയും കുഞ്ഞിനും എന്നെ പറഞ്ഞു കേൾപ്പിച്ചു. ഇനി നീ എന്താണ് എഴുതിയിരിക്കുന്നത് എന്ന് എന്നോട് പറയേ. കേക്കട്ടെ കേക്കട്ടെ. പിതാവേ, അങ്ങ് പാഠശാലയിൽ വരുമ്പോ കേട്ടാ മതി. ആ, ശരിയാ പറഞ്ഞത്. പാഠശാലയിൽ വെച്ച് എല്ലാവരും കേട്ടാ മതി. ഇപ്പൊ തന്നെ നേരം വൈകിട്ടുണ്ട്. ചെല്ലു വേഗം തയ്യാറാകും. ഒന്ന് കാണിക്കട എന്താ എഴുതിയിരിക്കുന്നതെന്ന്. ചിലപ്പോൾ ആ ഉപന്യാസം മെച്ചപ്പെടുത്താൻ എനിക്ക് നിന്നെ സഹായിക്കാൻ കഴിഞ്ഞേക്കും. വേണ്ട പിതാവേ, ഞാനത് നന്നായിട്ട് തന്നെ എഴുതിയിരിക്കുന്നത്. അവൻ പറയുന്നത് ശരിയാണ്. നിങ്ങൾ എന്താ കുട്ടികളെ പോലെ? കൊള്ളാം മോളെ, കൊള്ളാം. അധികം തിരിച്ചു തരാനാ പറഞ്ഞത്. ആശയ, അതിങ്ങനെ കയ്യിൽ തരൂ. സമയമില്ലാത്ത നേരത്തെ നിങ്ങൾ എന്താ കാണിക്കുന്നേ? നിന്നെ ഞാൻ ശരിയാക്കും. ആശയ, ഇങ്ങോട്ട് വരാൻ. അങ്ങനെ ചെയ്യല്ലേ. ജ്യേഷ്ഠന്റെ ഉപന്യാസം തിരിച്ചു കൊടുക്ക ആശയ. അങ്ങനെയാണ് സൈമൺ അങ്ങോട്ട് കൊടുക്ക. ആശയ, നീ നിന്റെ ജ്യേഷ്ഠന്റെ ഉപന്യാസം അങ്ങ് കൊടുത്തേ. അതെ സഹോദരൻ, വിഷമിക്കാതിരിക്കൂ. ഉപന്യാസത്തിൽ സഹോദരനെ കുറിച്ച് എന്താണോ എഴുതിയിരിക്കുന്നത് അത് നല്ലത് തന്നെയായിരിക്കും. റബ്ബി ഗുരുവിന്റെ സേവകന് ഇവിടെ എന്താ കാര്യം? തീർച്ചയായും എന്നെ വിളിക്കാൻ അയച്ചതാകും. വേഗം അങ്ങോട്ട് ചെല്ലാം, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ദേഷ്യം വരും. ആരെത്ര തന്നെ പ്രയത്നിച്ചാൽ എന്താ, അങ്ങയുടെ യേശുവിനേക്കാൾ നന്നായി എഴുതാൻ കഴിയില്ലല്ലോ. അല്ല, അത് ഞാൻ പറഞ്ഞു വന്നത്. എന്റെ ജ്യേഷ്ഠ, അത് വിട്ടേക്കുന്നേ. അല്ല, യേശു എവിടെയാണ്? ഞാൻ അവനെ നീമയുടെ വീട്ടിലേക്ക് കൊണ്ടുവിട്ടു. പക്ഷെ ഇതൊക്കെ എഴുതേണ്ട കാര്യമുണ്ടോ? അതെന്റെ ഇഷ്ടമാണ്. കഴിഞ്ഞിരിക്കുന്നു. യേശു, എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. എനിക്കെന്റെ കണ്ണിന് കാഴ്ച കിട്ടിയ ദിവസം ഒരു കാര്യം കണ്ടു. വളരെ വിചിത്രമായൊരു കാര്യം. ആരും കണ്ടിട്ടില്ലാത്തൊന്ന്. ഇനി നീ വല്ല സ്വപ്നവുമാണോ കണ്ടത്? അല്ലല്ല, സ്വപ്നം കാണുന്നത് ഉറക്കത്തിലല്ലേ. പക്ഷേ ഞാനത് കണ്ണു തുറന്നാണ് കണ്ടത്. എനിക്ക് മനസ്സിലാകുന്നതേയില്ല. അതെങ്ങനാ നിന്നെ പറഞ്ഞ് മനസ്സിലാക്കുക? എനിക്ക് മനസ്സിലായി. നിനക്ക് മനസ്സിലായോ? അതെ, ഇന്നലെ രാത്രി ഞാനും ഒരു സ്വപ്നം കണ്ടു. എനിക്കൊന്നും മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ എന്റെ അമ്മ എന്നോട് പറഞ്ഞു, എല്ലാം സംഭവിക്കുന്നത് പരമപിതാവായ ദൈവത്തിന്റെ പദ്ധതി പ്രകാരമാണെന്ന്. അതുകൊണ്ട് നമ്മൾ വിഷമിക്കേണ്ട ഒരാവശ്യവുമില്ല. യേശു, നീ എത്ര കുഞ്ഞാണ്. പക്ഷെ എപ്പോഴും നീ പറയുന്നത് കേൾക്കുമ്പോൾ എല്ലാം ശരിയാകുമെന്ന് തോന്നും. എന്നോട് ക്ഷമിക്കൂ യേശു. നിനക്ക് ഇത്രയും കഷ്ടപ്പെടേണ്ടി വന്നില്ലേ? ഞാൻ നീമയോട് പറഞ്ഞതാണ് ഞാൻ എഴുതി കൊടുക്കാമെന്ന്. പക്ഷെ അവൾ... അമ്മേ, നീമെ സഹായിച്ചപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായി.
ഇനി പോകാം, അല്ലെങ്കിൽ പാഠശാലയിലെത്താൻ ഇനിയും വൈകും. ശരി അമ്മേ. പോകാം. അമ്മേ, അമ്മ ഇത് വായിച്ചിട്ട് പറയൂ, ഞാൻ പിതാവിനെ കുറിച്ച് എഴുതിയ ഉപന്യാസം എങ്ങനെയുണ്ടെന്ന്. എന്റെ പിതാവിന്റെ കൈകൾക്ക് മാന്ത്രികതയുണ്ട്. അദ്ദേഹത്തിന്റെ ആയുധങ്ങളുടെ സഹായത്താൽ അദ്ദേഹം വളരെ മനോഹരമായ മേശയും ഇരിപ്പിടങ്ങളും ഉണ്ടാക്കുന്നു. പിന്നെ എന്റെ പിതാവ് കുട്ടികൾക്കായി വളരെ മനോഹരമായ തൊട്ടിലുകളും നിർമ്മിക്കാറുണ്ട്. അദ്ദേഹത്തിന്റെ പുഞ്ചിരി കാണുമ്പോൾ ഞാൻ ഒത്തിരി സന്തോഷിക്കാറുണ്ട്. നീ വളരെ നന്നായി എഴുതിയിട്ടുണ്ട്. എനിക്ക് വിശ്വാസമുണ്ട് പിതാവിനും പിന്നെ ഗുരുവിനും എന്തായാലും ഇഷ്ടപ്പെടുമെന്ന്. തീർച്ചയായും ഇഷ്ടപ്പെടും. യേശു എന്തൊക്കെ എഴുതിയാലും ശരി, പക്ഷേ ഞാൻ അതൊക്കെ തെറ്റാണെന്നേ പറയൂ. ചിലപ്പോഴൊക്കെ വലിയ വലിയ യുദ്ധങ്ങൾ ജയിക്കാൻ ചെറിയ ചെറിയ പോരാട്ടങ്ങളും നടത്തേണ്ടതായിട്ടുണ്ട്. ഞാൻ ആ യേശുവിനെ ഈ പാഠശാലയിൽ നിന്ന് സ്വയം ഒഴിഞ്ഞു പോകാൻ നിർബന്ധിതനാക്കുന്ന ആ ദിവസം ഉടൻ തന്നെ ഉണ്ടാവും. പക്ഷേ ഈ യുദ്ധം എനിക്ക് ജയിക്കാൻ വേണ്ടി നീ എന്നെ സഹായിക്കേണ്ടതുണ്ട്. ഞാൻ എത്രമാത്രം പ്രയത്നിച്ചാലും ശരി, ആ യേശുവിനെ മാത്രമേ എല്ലാരും പുകഴ്ത്തു. ഞാൻ അങ്ങേ എല്ലാ രീതിയിലും സഹായിക്കാൻ തയ്യാറാണ് ഗുരു. പക്ഷെ എനിക്കൊരു വ്യവസ്ഥയുണ്ട്. വ്യവസ്ഥയോ? ഈ ദൈവമെന്നാൽ ഞാനാണ് ദൈവം. പിന്നെന്ത് വ്യവസ്ഥ? ആ ശരി, പറഞ്ഞോളൂ. നിനക്കെന്താണ് പറയാനുള്ളത്? ഗുരു, അങ്ങ് യേശുവിനെ ഈ പാഠശാലയിൽ നിന്ന് പുറത്താക്കിയാലും ഈ ഗ്രാമത്തിൽ നിന്ന് പുറത്താക്കിയാലും അതിലെനിക്ക് ഒരു കുഴപ്പവുമില്ല. പക്ഷെ എന്റെ കുടുംബം, അതായത് ഞാൻ, എന്റെ ഭർത്താവ്, എന്റെ കുട്ടികൾ, ഞങ്ങളിൽ ആർക്കും തന്നെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകാൻ പാടില്ല ഗുരു. ഒരു കാര്യം കൂടി, യേശു പോയി കഴിഞ്ഞാ പിന്നെ പാഠശാലയിലെ ഏറ്റവും ശ്രേഷ്ഠനായ വിദ്യാർത്ഥി എന്റെ മൂത്ത മകനായിരിക്കണം. അങ്ങനെ തന്നെ നടക്കും. മതി. ഈ ഉപന്യാസ മത്സരത്തിൽ നിന്നും യേശുവിനെ അയോഗ്യനാക്കാൻ നീ എന്നെ സഹായിച്ചാൽ മാത്രം മതി. ശരി ഗുരു. പിന്നെ നീ കണ്ടോ, ദൈവം നിനക്ക് പുതിയ വഴികൾ എങ്ങനെയാണ് തുറന്നു തരുന്നതെന്ന്. കുട്ടികൾ ഓരോരുത്തരായി മുന്നോട്ട് വരണം. ഇവിടെ വന്ന് ഓരോരുത്തരായി അവരുടെ ഉപന്യാസം പറഞ്ഞു കേൾപ്പിക്കണം. മനസ്സിലായോ? ആദ്യം തന്നെ മന്നു, നീ വാ. എന്റെ പിതാവ് കളിപ്പാട്ടങ്ങൾ ഉണ്ടാക്കുന്നു. അദ്ദേഹത്തെക്കാൾ നന്നായി ഉണ്ടാക്കാൻ ആർക്കും കഴിയില്ല. എന്റെ പിതാവ് എനിക്ക് വേണ്ടി പഴം കൊണ്ടുള്ള ഹൽവയും ഉണ്ടാക്കാറുണ്ട്. അദ്ദേഹമാണ് ഈ ലോകത്തിലെ ഏറ്റവും നല്ല പിതാവ്. മാതാപിതാക്കൾക്ക് ഇവിടെ കൈയടിക്കാനുള്ള അനുമതിയില്ല. ഇനി യാക്കൂബ്, നീ വാ. എന്റെ പിതാവിന് എന്റെ കൂടെ ഗുസ്തി പിടിക്കുന്നത് വളരെ ഇഷ്ടമാണ്. ചിലപ്പോൾ എന്റെ കൈ ഇതാ ഇങ്ങനെ അങ്ങോട്ട് പോവും, അദ്ദേഹത്തിന്റെ ഇങ്ങോട്ട്. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും തമ്മിൽ നല്ല കഠിനമായ മത്സരം തന്നെയാണ് നടക്കുന്നത്. ഇങ്ങനെ തന്നെ. ചെല്, അവിടെ ഇരുന്നോ നീ നിന്റെ ഗുസ്തിയുമായിട്ട്. നീ വാ.